ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഇന്നത്തെ വീഡിയോയിൽ കണ്ടമാനം പേര് കമൻസിനേക്കാൾ കൂടുതൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ചെയ്തേട്ടോ. നമ്മളുടെ ഫാമിലി എല്ലാവരും ഒന്നിച്ചു കൂടിയത് എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അക്കി ഭയങ്കര ഉഷാറായിട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം മെസ്സേജുകളുണ്ടായിരുന്നു, പേഴ്സണൽ മെസ്സേജ്. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞു കറുപ്പിന് ഏഴഴകാണ്, ആൻറ്റിക്ക് ഈ കളറാണ് ഭംഗി എന്നൊക്കെ. അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് കേൾക്കണതാട്ടോ. എന്തായാലും സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ദേ രാവിലെ എണീറ്റ് പിള്ളേരുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് തോമും പോയി, ചാക്കോ ജസ്റ്റ് ഇറങ്ങുമ്പോഴാണ് ഞാൻ എണീറ്റത്. തോപ്പ് 8:45 8:50 ആകുമ്പോൾ ഇറങ്ങും. അപ്പം ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടതല്ലേ, കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. ഇന്നും അത് തന്നെയാണ് ഉണ്ടായേക്കണത് കേട്ടോ. ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരി. ഞാൻ പറയാം എന്താണ് ഏതാണെന്നൊക്കെ. അങ്ങനെ അവർ തോമു പോയി, ചാക്കോ ദേ പിന്നാലെ പോയപ്പോൾ പാച്ചു എന്നെ പരാതി പറയാൻ വിളിച്ചതാണ്. എന്നെ ഡോൺ കൊണ്ടുപോയില്ല, എനിക്ക് സ്കൂട്ടറിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഡാഡി കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡിവൈനും ഡിമ്പിളിനും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാഡി അവരെ കൊണ്ടുപോകണ കൂട്ടത്തിൽ, പാച്ചുവിൻ്റെ കൂട്ടത്തിലാണ് അവരെയും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പാച്ചു ഇന്ന് 10 മിനിറ്റ് ലേറ്റായിട്ട്, അവർക്ക് ശരിക്കും 9:30 തൊട്ടാണ്, ഇവരെ 9 മണിക്ക് കൊണ്ടുപോകണതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും 9:15 കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങണത്. അങ്ങനെ അപ്പം ഞാൻ രാവിലെ ഇവരൊക്കെ ഒരുങ്ങണ സമയം കൊണ്ട് ഞാൻ എൻ്റെ രാവിലത്തെ ഒന്ന് ചുറ്റി എല്ലായിടത്തും ഒന്ന് നോക്കി. എൻ്റെ പണികളാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ദാ ഇന്നലത്തെ ആ പാത്രം ചക്ക വരട്ടിയത്, അത് കഴിഞ്ഞിട്ട് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊക്കെ എപ്പോഴും നമുക്ക് ഓരോന്നിനും ഓരോ പാത്രമായിരുന്നു കേട്ടോ മുമ്പൊക്കെ. മീൻ വെക്കാനൊരു പാത്രം, ഇറച്ചി വെക്കാനൊരു പാത്രം, പച്ചക്കറി വെക്കാനൊരു പാത്രം, അങ്ങനെയായിരുന്നു നമ്മളുടെ പണ്ടത്തെ കാലത്ത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും ഒരേ പാത്രങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ കുട്ടികൾ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച വെറുതെ പറഞ്ഞു നിങ്ങൾക്ക് മീൻചട്ടി അതും ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു. 2-3 പാത്രം ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ അങ്ങനെയായി മാറി. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരെണ്ണം, കുറേ എണ്ണം ഉണ്ടെങ്കിൽ പോലും അധികം എടുത്ത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന്, എടുത്ത് പുറത്തിടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരെണ്ണത്തിൽ തന്നെയാണ് അത് ചെയ്തത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു, ഈ ചക്ക വരട്ടിയ അതിൽ തന്നെയാണോ ഇറച്ചി വെച്ചത്, അപ്പോൾ ഇനി വീണ്ടും അതിൽ വേറെ വല്ലതും ചെയ്യുമ്പോൾ കേടാവില്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ അത് കഴുകി അത് ഭംഗി പോലെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണത്തിൽ ഏത് തരം മീൻ വെക്കണതിൽ വരെ വെക്കാം. കാരണം ചട്ടിയോ അങ്ങനെയുള്ളതൊന്നും അല്ല മണം വരാനായിട്ട്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഡിഷ് വാഷും കാര്യങ്ങളിട്ട് കഴുകി കഴിഞ്ഞാൽ അത് ക്ലീനായി, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കറികളൊക്കെ ചൂടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കംപ്ലീറ്റ് കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ. എനിക്ക് ചോറ് വയ്ക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിവൈൻ മാറി ഇതേ ഇറങ്ങി, ഡിമ്പിളും റെഡിയായി. അപ്പോൾ അവരും മോനും കൂടി ഇതേ കാർ എടുക്കാൻ പോണു. അങ്ങനെ അവർ 3 പേരും കൂടി പോയി. ഇന്ന് ഞാൻ ശരിക്കും ഇവർ പോയി കഴിയുമ്പോൾ എനിക്ക് അവിടെയൊക്കെ ഒന്ന് നനയ്ക്കണം എന്ന് വിചാരിച്ചത്. കാരണം കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു ആ സൈഡിലേക്ക് പോയിട്ട്, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ വശത്തേക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായല്ലോ. വേറെ ഒന്നുമല്ല, പുറമേ ഉള്ള ഒരാൾ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കാപ്പി വരെ കുടിക്കാണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്ത് കാണിച്ച് നിങ്ങൾക്ക് കണ്ടറിയാം. അവസാനം 11:30 അങ്ങോട്ട് ആയിട്ടുണ്ട്. 11:15 ആയപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. പക്ഷേ രസം അതല്ല, ഇതുവരെ അതിനുള്ള റിപ്ലൈ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മളുടെ ജോലിയുടെ ഭാഗമാണത്. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് നമ്മൾക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇന്ന് തന്നെ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്രയും തിരക്കിട്ട് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മെനക്കെട്ട പണിക്ക് നിൽക്കാറില്ല. ഞാൻ കുറേ പാഠം പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ കാര്യം കഴിഞ്ഞിട്ട് അടുത്തൊരാളുടെ കാര്യത്തിന് പ്രിഫറൻസ് കൊടുക്കാവൂ എന്നുള്ളത്. പക്ഷെ ചില നേരത്തിൽ നമ്മളത് മറന്നു പോകും. അതാണ് ഇന്നും എനിക്ക് ഉണ്ടായത് കേട്ടോ. അങ്ങനെ അവർ പോയി. അതുകൊണ്ട് എൻ്റെ ആ വശത്തുള്ള നനയും കാര്യങ്ങളൊക്കെ മുടങ്ങി. അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് പണികൾ ചുറ്റിന്ന് പറയണതായിരിക്കും ശരി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അരി ചോറ് വെക്കാനായിട്ട് വെച്ചു. കാരണം ഡോൺ 11-12 ഒക്കെ ആകുമ്പോൾ ചാക്കോൻ തോമൂനെ കൊണ്ടുവരുമ്പോൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ആ പണി ഞാൻ വേഗം ചെയ്തിട്ട് ഒരു ഗ്ലാസ് കാപ്പി മാത്രം എടുത്തിട്ട് വേഗം എൻ്റെ പരിപാടികൾ തുടങ്ങി. ഇനി എൻ്റെ മേശപ്പുറം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തോരം കാര്യങ്ങൾ അവിടെ ചെയ്തു എന്നുള്ളത് കേട്ടോ.
അങ്ങനെ ഞാൻ ആർക്ക് എന്ത് എങ്ങനെ എന്നൊന്നും പറയണില്ല. അപ്പോൾ ഇതാ നിറച്ച്, അതായത് ജിമിക്കി, കുഞ്ഞിയ മാലകൾ, വലിയ മാല, പിന്നെ സാരി, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇട്ടു. നിങ്ങൾക്കറിയാമല്ലോ, ഇനി ഇത് എനിക്ക് ഒതുക്കി വെക്കണമെങ്കിൽ അത്രയും വലിച്ചിടാൻ നമുക്ക് എളുപ്പമാണ്. ഒതുക്കി അതാത് ബോക്സുകളിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ സാധാരണ ചെയ്യാത്തതാണ്. ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതെന്തോ എനിക്ക് തോന്നിയാ അത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരൊറ്റ ഇരിപ്പിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. അപ്പോഴേക്കും ഇതേ ചോറ് വെന്തു. അപ്പോൾ പുട്ടും കടലയായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഇനി കഴിച്ചിട്ടാവാം എന്നുള്ള രീതിയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 4 or 5 കൊറിയറുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ആരും ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എണീറ്റ് പോകണമല്ലോ. അപ്പോൾ അതും ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പ്രത്യേകതയായിരുന്നു. മൊത്തത്തിൽ നമ്മൾ പറയില്ലേ, ഒരു അബദ്ധം പറ്റിയാൽ പിന്നാലെ മുഴുവൻ പറ്റും എന്ന് പറയില്ല. ആ പറഞ്ഞ പോലെ ഇന്ന് തുടക്കം തന്നെ പിഴവായിരുന്നു. അത് ഇതാ അവസാനം വരെ ഉണ്ടായി. അങ്ങനെ ഞാൻ പുട്ടും കടലയും കഴിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഗോതമ്പ് പുട്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പുട്ടും നല്ല കടലക്കറിയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കടലക്കറി ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ഞാൻ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ആ ലെവലിൽ നിന്ന് താഴേക്കാവുമല്ലോ. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് തുടച്ചിട്ട്, ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചിട്ട് വേണം വെക്കുക. അല്ലെങ്കിൽ ആ ഭാഗം കരിഞ്ഞ് വേറൊരു ടേസ്റ്റ് വരും, പാത്രത്തിനും കഴുകാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യം, ഞാൻ കുഞ്ഞു ടിപ്പ് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകണമെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഡിവൈൻ അതിൻ്റെ ഇടയിൽ വന്നു. ഡിവൈൻ പർച്ചേസിങ്ങും കാര്യങ്ങളും വന്നു. ഇനി ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കണം. അങ്ങനെ കുറച്ച് പണികൾ ഡിവൈനുണ്ട്, വീഡിയോസ് എടുക്കണം. അപ്പോൾ ഡിവൈൻ അങ്ങനെ പോയി, മുകളിലേക്ക് പോയി. ഞാൻ അടുത്ത പണി കറികൾ ചൂടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തലക്കറിയാണ്. തലക്കറി എന്ന് പറഞ്ഞാൽ അയിലയുടെ വേസ്റ്റ് പീസുകൾ ഇവർ വറുത്തതെടുത്തിട്ട് ബാക്കി മുള്ളും കാര്യങ്ങളൊക്കെയുള്ള കഷ്ണങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട കാരണം, അതുപോലെ ഇവരായാലും നടുകഷ്ണവും വാലും മാത്രമേ എടുക്കുള്ളൂ, തല അങ്ങനെ അധികം എടുക്കില്ല. അപ്പോൾ അത് ചാറ് കറി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇതാ ഗ്രീൻ പീസ് ഇന്നലെ ഞാൻ വേവിച്ച് എടുത്ത് വെച്ചില്ലേ, അത് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക, ചോറ് ഊറ്റുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചന് മുട്ടച്ചോറ് കൊടുത്തതിൻ്റെ ബാക്കിയാന്ന് തോന്നുന്നുണ്ട്. ചാക്കോച്ചൻ്റെ ആണാവോ പാച്ചുവിൻ്റെ ആണാവോ എനിക്കറിയില്ല. ചാക്കോച്ചനാന്ന് തോന്നുന്നുണ്ട്. അവനാണ് ചോറിൻ്റെ ആശാൻ. പാച്ചുവിന് ഉച്ചയ്ക്ക് സാധാരണ ചോറ് കൊണ്ടുപോകാറില്ല കേട്ടോ. അങ്ങനെ ആ പരിപാടിയും ഒക്കെ കഴിച്ച് ഞാൻ വിചാരിച്ചു ഒരു കാപ്പി കുടിക്കാം. കാരണം ഞാൻ എണീറ്റ വഴിക്ക് കുടിച്ചതാണ് ഒരു ഗ്ലാസ് കാപ്പി. പിന്നെ പുട്ടിൻ്റെ കൂടെയൊന്നും കഴിച്ചില്ല. പുട്ട് കഴിക്കാനെന്ന് വെച്ചാൽ കുറേ ലേറ്റ് ആവുകയും ചെയ്തല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫിൽറ്ററിൽ കുറച്ച് കോഫിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് ഒരു ഫിൽറ്റർ കോഫി വെച്ചു. എത്ര നമ്മൾ ബ്രൂ, സൺറൈസ്, അത് എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് ഒരിക്കലും വേറെ ഒരു കാപ്പിക്കും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇപ്പം മറ്റേ സൺറൈസിൻ്റെ മറ്റേ പാക്കറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫിൽറ്റർ എടുത്ത് പുറത്തേക്ക് വെച്ചത് കേട്ടോ ഡിവൈൻ. അപ്പോൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് ഫിൽറ്റർ കോഫി, അപ്പോൾ ഇത് കുടിച്ചപ്പോൾ ഡാഡി ഫസ്റ്റ് ഡേ തന്നെ ചോദിച്ചു ഇത് ഫിൽറ്റർ കോഫി അല്ലേ എന്ന് ചോദിച്ചു. കാരണം ഫിൽറ്റർ കോഫി നമ്മൾ വേറിട്ട് നിൽക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ കംപ്ലീറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത സമയം 12:45 അപ്പോഴേക്കും 12:40 12:45 ഇന്ന് നമ്മുടെ തോമുവിൻ്റെ ക്ലാസ്. അപ്പോൾ അവൻ വരണേലും മുമ്പായിട്ട് ഡിവൈൻ ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ അവൻ വന്നാൽ നേരെ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഡിവൈനും ഡാഡിയൊക്കെ ചോദിക്കായിരുന്നു ഇത് എന്തായി കിടക്കണേന്ന്. ഞാൻ പറഞ്ഞു ഒരു മറുപടി കിട്ടാണ്ട് ഞാനിതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വലിച്ചിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇട്ടു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഇങ്ങനെ എല്ലാതും ഇട്ട് കാണിച്ചു തരും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മറുപടി കിട്ടുന്നത് വരെ ഞാനത് അവിടെ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു 10-12 പെട്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ പുറത്തേക്ക് ഇടുന്നത്. ഇതൊക്കെ അതാത് പെട്ടികളിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതൊന്ന് മുഴുവനോടെ കാണിക്കുക, അല്ലെങ്കിൽ അതൊന്ന് അങ്ങനെ കാണിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു മറുപടി തരുന്നത് വരെ ഞാൻ അവിടെ വെക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കിയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ പറഞ്ഞു, എനിക്കൊരു വിഷമമില്ല. പക്ഷേ ഒന്നും മിണ്ടാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതിപ്പോൾ പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഈ കണ്ടില്ലേ, ഞാൻ രാവിലെ
ഒരു 9:30 ഇട്ട സാധനങ്ങളാണ് ഇപ്പോഴും 1:30 ആയപ്പോഴും കിടക്കണത്. ഒരു 1:15 അല്ല 12:45. ഇവിടെ തോമൂനെ ഇവർ വരുമ്പോഴാണ് കൊണ്ടുവന്നത്. തോമൂൻ്റെ ക്ലാസ് 12:45 കഴിയാം. അപ്പോൾ ഇതിലെ എല്ലാ ഹെവി മാലകൾ, പാലയ്ക്ക മാലകൾ, കാശ് മാലകൾ എല്ലാതും വലിച്ച് പുറത്തിട്ടുണ്ട്. ജിംകികളുടെ ബോക്സ്. അതുകൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ഫോട്ടോസ് എടുത്തു. കാണിക്കാൻ വേണ്ടി ഫോട്ടോസ് എടുക്കണമല്ലോ. ഫോട്ടോസ് എടുത്തു. അത് ഞാൻ ഒരു വശത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളർന്ന് പറയും. ഒരു വശത്ത് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാനപ്പോൾ അത് വേറൊരു കാര്യത്തിലേക്ക് ഉപയോഗിച്ച് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പുറത്തേക്ക് ഇട്ടേന്നുള്ളത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് എന്താ പറയുക സമാധാനിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഡിവൈൻ്റെ ഊണ് കഴിഞ്ഞ് ഡിവൈൻ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോൺ അപ്പോഴാണ് ഡിംപിൾ പറഞ്ഞത് എനിക്ക് ഗോതമ്പ് പുട്ട് മതി ഉച്ചയ്ക്ക്, ഞാൻ ആ പുട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഡിംപിളിനും അതെ എനിക്കും അതെ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടിച്ച ഗ്ലാസ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കഴുകി. അത് കഴിഞ്ഞ് തോമോൻ്റെ ചോറും പാത്രം ഡിവൈൻ ഓൾറെഡി അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മൂന്നാമത്തെ കൊറിയർ ബോയ് വന്നിട്ട് പോണു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് 6 പേര് അങ്ങടാ വന്നത്. എണീക്കാതിരിക്കുക തന്നെയായിരുന്നു എൻ്റെ ഒരു പണി ഇന്ന് കേട്ടോ. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ക്രൈന്ന് എന്തോ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിവൈൻ കഴിച്ചു. രണ്ടാമത് ഡോൺ ഭക്ഷണം കഴിക്കാൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡിംപിളും ഡാഡിയും കൂടി കഴിച്ചു. ലാസ്റ്റാണ് ഞാൻ പോയി കഴിച്ചത്. ഞാൻ ലാസ്റ്റ് കഴിക്കണത് എന്താണെന്ന് വെച്ചാൽ അതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒതുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ജിംകികളൊക്കെ സോർട്ട് ചെയ്ത് ഓരോ ബോക്സുകളിലേക്ക്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കവറിലായിട്ട് വലിയ ബോക്സിലായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ ഞാൻ കംപ്ലീറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബോക്സിൽ ഇട്ടാൽ മതി, എന്തായാലും ഇപ്പോൾ കഴിയാനുള്ളതാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ഇതിപ്പോൾ കഴിയും ഓണമാകുമ്പോഴേക്കും. അപ്പോൾ പിന്നെ വെറുതെ കവറിൽ പൊട്ടിയെടുത്ത് വെക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഞാനത് കംപ്ലീറ്റ് ബോക്സുകളിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിംപിൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പാച്ചുവിനെ കൊണ്ടുവരാൻ പോണോടുകൂടി ഡിംപിളിനെ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര വെയിലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ വിവരങ്ങളൊന്നും ചോദിച്ചില്ല. ഇപ്പം ഡിംപിൾ മടങ്ങി വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ പോയിട്ട് എന്തായി എന്നുള്ളത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്നുള്ളത് കേട്ടോ. കാരണം പണി ഭയങ്കര സ്പീഡിലാണ് നടക്കണേന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ ഡിംപിളിനൊരു കൊതി അതൊന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ഡാഡിയുടെ ഊണ് മീൻകറിയും ഞാൻ പറഞ്ഞില്ലേ മീൻകറിയും ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രീൻ പീസ് ഉപ്പേരിയും ഇവിടെ കടല, ഞാൻ പറഞ്ഞില്ലേ കടല നല്ല സൂപ്പർ കറിയായിരുന്നു. കടലയും മറ്റേ അച്ചാറും കൂടിയിട്ട് ഞാനും എടുത്തു. അപ്പോൾ പാച്ചു അവിടെ കരയാണ്, അവനിപ്പോൾ മാമു വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണമേ വേണ്ട. ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഇവർ കരയുക, അല്ലെങ്കിൽ ഇവർക്ക് കരച്ചിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് പപ്പക്കായ ഉണ്ടായിരുന്നു, പപ്പക്കായൊക്കെ കഴിച്ച് അത് പറഞ്ഞപ്പോഴാണ് ഓർത്താക്കി പപ്പക്കായ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നു കൊടുത്തയക്കാനായിട്ട്. ഇത് കണ്ടപ്പോഴാണ് കേട്ടോ ഓർത്തത്. അതാ പറഞ്ഞാൽ എപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു, എൻ്റെ അടക്കം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഇത് പാത്രങ്ങളൊക്കെ ചെറുവക പാത്രങ്ങളിലാക്കി സാധനങ്ങളൊക്കെ പാത്രങ്ങളിലാക്കി വലിയ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. അങ്ങനെ അതൊക്കെ ഇട്ട് ഇനി കൊച്ചു കൊച്ചു പാത്രങ്ങളിലേക്ക് ആക്കി. അപ്പോഴേക്കും സമയം ഒരുവിധമായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡിംപിളും ഡാഡിയും ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും നമ്മൾ എണീക്കാൻ വൈകി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചത് കണ്ടില്ലേ, കുറേ ലേറ്റായിട്ടാണ്. 11:45 അങ്ങടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയും കൂടി കുടിച്ചപ്പോൾ എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാമെന്നായി. അപ്പം ഞാൻ എടുത്ത് കഴിച്ചതാട്ടോ. പ്രത്യേകിച്ച് ഞാൻ പുട്ട് അങ്ങനെ കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നല്ലോണം പുട്ടെടുത്തിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ എനിക്കറിയില്ല, ആദ്യം എനിക്ക് ഭക്ഷണം വളരെ കുറവ് എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. കുറച്ചുകൂടി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് ഇവരോട് പറയുകയും ചെയ്തു. എനിക്ക് ശരിക്ക് ആവശ്യത്തിലധികം ഞാൻ പണ്ടെടുത്തേക്കാളും ഒരു പൊടി കൂടുതൽ കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഏതാണെന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വെള്ളം ഫിൽറ്ററിലത്തെ വെള്ളം ഒരുവിധമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ തിളപ്പിച്ച് മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു എന്താ പറയുക കുറവ് വരില്ല. അല്ലെങ്കിൽ കുപ്പികളൊക്കെ കാലിയായിട്ടിരിക്കുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴേക്കും വെള്ളം അവിടെ കിടന്നിട്ട് ചൂടായിക്കോളും. അപ്പോൾ തിളച്ച് മറിയാൻ ഞാൻ നിൽക്കില്ല കേട്ടോ. ചിലർ പറഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് തിളപ്പിക്കുന്നു. ഞാനങ്ങനെ തിളച്ച് മറിയാൻ കാത്തിക്കില്ല. തിള വരുന്നോട് കൂടിയിട്ട് ഞാൻ ഓഫ് ചെയ്യാറാണ് പതിവ് കേട്ടോ.
അങ്ങനെ അതെ കുട്ടികളുടെ ചോറും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഇനി വരാനുള്ള ആൾ ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ 4 മണി കഴിഞ്ഞിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മെല്ലെ 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 നിൽക്കുന്നത്. കാരണം എന്തായാലും അവൻ വരുമ്പോൾ എങ്ങനെയായാലും ഞാനൊന്ന് എണീക്കും. ഇപ്പോൾ ഇതേ 3:30 കാരണം ഞാൻ സോഫയമൊക്കെ എടുക്കുക. അപ്പോൾ അവൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഞാനൊന്ന് എണീക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് അവൻ വന്ന് അവനെ കണ്ട് ഒന്ന് അവൻ പോയതിന് ശേഷം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ലേറ്റ് ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2:30 ഈ പോസ്റ്റിങ്ങും കാര്യങ്ങളും 2 മണിയുടെ പോസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഡാഡി വരുമ്പോൾ 2:30 അപ്പോൾ അത് ഇവിടെ ഒരുത്തി കണ്ടോ അരുതായേൽ നോക്കണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒച്ച കേട്ടാൽ എണീറ്റിട്ട് ഞാൻ ദേ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് ഒന്ന് തലയൊക്കെ കുലുക്കി വാലൊക്കെ ഒന്ന് ആട്ടിയിട്ട് വീണ്ടും ദേ അങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ അവരോട് ആര് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് മര്യാദകൾ. പക്ഷെ അവർ ഭയങ്കര മര്യാദയാണ്. നമ്മളെ കാണുമ്പോഴേക്കും എണീറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് എൻ്റെ മക്കൾ കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോഴാണ് അവർ കിടക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ചില മനുഷ്യന്മാർക്കില്ലാത്തത് മൃഗങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ എന്ത് പറഞ്ഞാലും ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറും. പക്ഷേ ഇവർക്കൊക്കെ ആരെന്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അത്. ഞാൻ എപ്പോഴും അത് ഇവർ നമ്മളെ കാണുമ്പോൾ എണീക്കുക വാലാട്ടുക കാണുമ്പോൾ അപ്പം ഞാൻ ആലോചിക്കും പണ്ടുള്ള കാരണന്മാർ പറയും പട്ടിയുടെ നന്ദി പോലും ഇല്ലയെന്ന്. സത്യമാണ് ആ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഡാഡി ഇതാ അടുത്ത സെറ്റ്. അപ്പം ഞാൻ രാവിലത്തെ അത് കാരണം ഗ്ലാസ്സുകൾ പോലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേ എടുത്ത് വെച്ചു. അതൊക്കെ ഇപ്പോഴാണ് കയറ്റി കബേർഡിലേക്ക് വെച്ചത്. അപ്പോൾ ഇത് ദേ പുതിയത് കൊണ്ടുവന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം ഭയങ്കര വെയിറ്റും ഭയങ്കര എന്താ പറയുക. ഇത് തിരിച്ച് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ കുഴി കണ്ടറിയാൻ എത്ര വെയിറ്റ് ഉണ്ട് എത്ര എന്താ ഡെപ്ത് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അത്ര ഭംഗിയുള്ള ഒരു മാലയും ലോക്കറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് റൂബിയാണ് അതിൻ്റെ സ്റ്റോൺസ് വരണത്. എൻ്റെ കയ്യിൻ്റെ ആ വട്ടം കണ്ടു അത്രയും ഉണ്ട്. ഇതെങ്ങനെയാണ് അതിൻ്റെ ബാക്ക് വരണത്. അങ്ങനെ തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് തിരിച്ചെടുത്തേക്കണത് കേട്ടോ. കണ്ടു ഇത്രയും കുഴിയും കാര്യങ്ങളുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സാധനങ്ങൾ പുതിയതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ആ കൂട്ടത്തിലുള്ളതാണ് അത്. ഇത് ലോക്കറ്റും മറ്റേ ഡയമണ്ടിൻ്റെ പോലത്തെ അതേ സംഭവം ഇപ്പോഴത്തെ എന്തിട്ട് റിപ്ലിക്കാന്ന് അങ്ങോട്ട് പറയില്ലേ. അതായത് ഡയമണ്ടിൻ്റെ സെയിം പാറ്റേൺ അതാണ് ഈ സംഭവം. വിത്ത് ചെയിൻ അടക്കമാണ് നമ്മൾ ഈ കുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു ഡിസൈൻ വിത്ത് സ്റ്റഡ് കണ്ടോ. സ്റ്റഡ് അതേ ഡിസൈനിലുള്ള സ്റ്റഡായിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലയാണ്. ലോക്കറ്റും അതെ വെയിറ്റൊന്നും അധികമില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ ഡയമണ്ട്സ് AD സ്റ്റോൺസ് ആണ് കേട്ടോ. AD സ്റ്റോൺസ് ആണല്ലോ ഈ ഡയമണ്ടിൻ്റെ ഫിനിഷിങ് വരുന്ന സംഭവം. അങ്ങനെ അത് എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതേ വന്നു അടുത്ത സെക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെക്ഷനായിട്ടാണ് ഇവിടെ ഓരോരുത്തർ വരിക. അപ്പോൾ അതേ നമ്മുടെ ചാക്കോൻ്റെ വരവാണ് കേട്ടോ ഈ വരണത്. അപ്പോൾ ചാക്കോന് വരുമ്പോൾ നമ്മളിങ്ങനെ ആരെങ്കിലും അവിടെ ഇരിക്കണ കണ്ടാൽ ഭയങ്കര സന്തോഷം. അവനെ വെയിറ്റ് ചെയ്തിരിക്കണമെന്നുള്ള ഒരു തോന്നൽ. അവൻ ഗമ കാണിച്ച് നിൽക്കണ കണ്ടോ. അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ് എന്താ മമ്മി കഴിച്ചോ കിടന്നോ ഇരുന്നോ. ഭയങ്കര വിശേഷം ചോദിക്കലാണ് കൈ കുത്തി നിന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വന്നിട്ടാണ് ബാക്കി വശം. അപ്പോൾ വന്ന് കയറിയപ്പോൾ ഡാഡി സാധാരണ ഇപ്പുറത്തൊക്കെ കിടക്കാറ്. അപ്പോൾ ചോദ്യമാണ് എന്താ ഡാഡി ഇപ്പുറത്ത് വന്ന് കിടക്കണേ, ഡാഡിക്ക് അവിടെ കിടന്നാൽ പോരെ. എന്നിട്ട് ഒരു ഹലോ വിളിയുണ്ട്. ഹലോ എനിക്ക് എന്താ ഇവിടെ കിടക്കണേ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കറന്നൊരു വരിക കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എന്നോട് കുറച്ച് നേരം നിന്ന് സംസാരിക്കും. തോമു എവിടെ, അവൻ ഭക്ഷണം കഴിച്ചോ, ഞാൻ മാമുണ്ടു, ഞാൻ ഉറങ്ങി എണീറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ തോമുവിനെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തോമു എന്ന് പറയില്ല, പോമു എന്ന് പറയുള്ളൂ. അത് അവൻ ഒരു കൊഞ്ചി പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴും പോമു എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നി അപ്പം നമ്മൾ ഇടയ്ക്ക് തോമുവിനെ പോമു എന്ന് വിളിക്കും കേട്ടോ. പക്ഷേ ഈ അക്കി എന്ന് പറഞ്ഞ പോലെ പോമു എന്നുള്ള പേര് വരികയാവോ എനിക്കറിയില്ല. അങ്ങനെ ദേ അവൻ മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഞാനിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊന്ത ഡിവൈൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള കൊന്തയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കൊന്തയാണ്. അപ്പോൾ അപ്പുറത്താണ് തൂങ്ങപ്പെട്ട കുരിശുള്ളത്. അതോടുകൂടി തന്നെ മറ്റോടത്തും അതേ മാതാവാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാനിതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടതാണ് കാണിക്കാൻ എളുപ്പത്തിന്. അപ്പം ഞാൻ ഓരോന്ന് പാക്ക് ചെയ്ത് വിട്ടു. ഇത് അതുപോലെ ഭയങ്കര ഭംഗിയുള്ള ഒരു ലക്ഷ്മിയുടെ മാലയാണ് കേട്ടോ. അതായത് ഓരോ പാലക്കയുടെ ഷേപ്പിലുള്ള അതുമ്മയും ലക്ഷ്മിയുടെ രൂപമാണ്. ഇതാണ് ലോക്കറ്റും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഗോൾഡ് അല്ല എന്ന് ഒരൊറ്റ ആൾ പറയില്ല, അങ്ങനെയാണ്. അപ്പം നിങ്ങൾ കല്യാണക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്വർണം എടുക്കുന്നതിന് പകരം ഇപ്പം എല്ലാവരും പൈസയാണ് ബാങ്കിൽ ഇടുന്നത്. കാരണം നമ്മൾ വിചാരിച്ച ഇപ്പോൾ 10 ലക്ഷം കൊടുക്കുന്നവർക്ക് 10 പവനേ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പണ്ട് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടുന്ന കാലമാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഇട്ടിട്ട് ആ കാശ് ബാങ്കിലിടേ. അല്ലെങ്കിൽ ചിലർ കണ്ടിട്ടുണ്ട് കാറ് വാങ്ങിക്കണോ, അങ്ങനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് എടുക്കണോ, അല്ലെങ്കിൽ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യണുണ്ട്. അപ്പോൾ ആ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഓർണമെൻറ്റ്സ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത്, കാരണം ഗോൾഡ് നമ്മളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ബാങ്കിലൊന്ന് വെക്കാൻ തോന്നും, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും തോന്നും. അത് ഉപകാരത്തിലേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള കാശ് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും സേഫാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ വക സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കാശ് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഞാൻ കിടക്കണതിന് മുമ്പ് വെള്ളം തിളപ്പിച്ചത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പട്ടിയുടെ ഇറച്ചിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചു. അവരുടെ ചോറെടുത്ത് പുറത്ത് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം സമയം എന്തായാലും ലേറ്റായി, ഇനി എണീറ്റ് വരുമ്പോഴേക്കും സമയം കുറച്ചാവും. അപ്പോൾ അതിനേക്കാൾ അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ ആദ്യം എടുത്ത് പുറത്ത് വയ്ക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് വെള്ളമൊഴിച്ച് ആ ഐസുള്ളത് കളഞ്ഞിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതല്ല. ഇത് അവരുടെ ചോറാണ്. അപ്പോൾ ഇത് നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും വല്ലാണ്ടുള്ള തണവും മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആകുമ്പോൾ അതെടുത്ത് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി കറി എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ ശരിക്കും 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയ സമയത്ത് അപ്പോൾ ഇവിടേക്ക് ഒന്ന് ഒതുക്കിയിട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയം, നിങ്ങളുടെ മൗനത്തേക്കാൾ നല്ലത് നിങ്ങളുടെ വാക്കുകളാണെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുക. ഇത് വലിയൊരു സത്യമാണ് കേട്ടോ. ചിലയിടത്ത് നമ്മൾ മൗനം പാലിക്കും, പക്ഷേ ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ സുഖമായിട്ട് ഞാൻ കിടന്നൊന്നും ഉറങ്ങി. ഞാൻ പറയാറില്ലേ, ഞാൻ തുടക്കം പറഞ്ഞില്ലേ എനിക്ക് അബദ്ധം പറ്റിയെന്ന്. ഞാൻ 5:30 അക്കീനെ മെസ്സേജ് അയച്ച് എന്തായി ചോദിച്ചപ്പോൾ അവിടെ ആക്കി ഉറക്കം കഴിഞ്ഞ് എണീറ്റു. റോസയും അന്നെ എറണാകുളത്തെത്തി എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്ന് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയപ്പോൾ ഡാഡി എന്ത് വിചാരിച്ചു, ഉറങ്ങിക്കോട്ടെ വെറുതെ എന്തിനാണ് വിളിക്കണേ, ഇപ്പം കിടന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഡാഡി വിളിച്ചില്ല. ശരിക്കും 5:45 ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഉച്ച നേരത്തെ എല്ലാവരും ഉറങ്ങും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ ബാച്ചായിട്ട് വരണ കാരണം എല്ലാവരും 4:30 ശേഷമാണ്. ഡിംപിൾ ശരിക്ക് 2:30 3 ആകുമ്പോഴാണ് അവൾ ഫ്രീ ആവുക. കുട്ടിക്ക് ഭക്ഷണം കാര്യങ്ങളും കൊടുത്ത് കുളിയൊക്കെ കഴിയുമ്പോൾ 3 മണിയാവും. ഡിവൈനെ സംബന്ധിച്ച് ചാക്കോച്ചൻ വന്ന് ഒരു 4:15 ആകുമ്പോഴാവും അവ എത്തും. 4 മണിക്കും 4:15 ഇടയിൽ അവ എത്തും. അവ എത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ 4:30 ആവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഒന്ന് കിടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് തോമു കിടന്നുറങ്ങി, പാച്ചു കിടന്നുറങ്ങി, എല്ലാവരും ഉറങ്ങി. കാരണം ഇന്നലെ പാതിര വരെ ഇരുന്ന വർത്തമാനം പറഞ്ഞ വിശേഷങ്ങളും ഇന്നലെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാത്തതും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അക്കിയും ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് 5 മണിക്ക് ഇതായി എണീക്കണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എണീക്കുമ്പോൾ ഞാൻ കിടക്കാൻ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. പക്ഷേ ആ ഉറക്കം 7 മണി വരെ കിടന്നു. അപ്പോൾ ഡാഡി 7 മണിയായപ്പോൾ വിളിച്ചിട്ട് ഇതാ സമയം 7 താനെ എണീക്കണില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചാടി എണീറ്റത്. പക്ഷേ എണീറ്റിട്ട് എനിക്ക് കണ്ണ് തുറന്നിട്ട് കിട്ടണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എണീക്കാണ്ട് പറ്റില്ലല്ലോ. കാരണം അവിടെ 3 പേര് അവിടുന്ന് പതുക്കെ അവരെങ്ങനെ വെച്ചാൽ കുരയ്ക്ക് കരയൊന്നുമില്ല, ഒരു തരം മൂളും. അപ്പോൾ അതായത് ഞങ്ങളിവിടെ ഉണ്ട് മറക്കണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ചാടി എണീറ്റ് വേഗം ചായ വെച്ച് അപ്പോൾ ഇന്നലത്തെ പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചു. രാത്രി ഇവർക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് വെച്ച് പട്ടികൾക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഇവിടുത്തെ പാക്കിങ് അപ്പോഴേക്കും ഡാഡി ഒരു വശത്തുനിന്ന് ആ പരിപാടികൾ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡോൺ വന്നു. അപ്പോൾ ഡോൺ വന്നപ്പോൾ പിള്ളേർ പിന്നെ ഡോണിൻ്റെ കൂടെ അങ്ങോട്ട് അവരവരുടെ ലോകത്തേക്ക് അങ്ങോട്ട് പോയി. ഡാഡിയും ഫ്രീ ആയിട്ടോ. പിന്നെ ഡിമ്പിളുടേതായ പരിപാടികൾക്ക് പോയി. ഡിവൈൻ്റെ കാര്യങ്ങൾക്ക്. പിന്നെ കറികളൊക്കെ ഉള്ള കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് പൊറോട്ട ഒന്ന് ആവിക്ക് വെക്കുക വേണ്ടു, ആവിയേറ്റ് വേണ്ടു, വേറെ ഇതൊന്നുമില്ല. അപ്പം ഞാൻ വേഗം നാളേക്കുള്ള സംഭവങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറയാറില്ലേ 2 മണിക്കൂർ ഉറങ്ങിയതിൻ്റെ ഇരട്ടി പണി എനിക്ക് രാത്രി കിട്ടുമെന്ന് പറയാറില്ലേ, കറക്റ്റ്. ഞാൻ ഇന്ന് മനസ്സിൽ വെച്ച് ആരെ കണി കണ്ടിട്ടാണ് എണീറ്റാവുമെന്ന്. കാരണം അതുപോലെയായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റേതായ, ഞാൻ എപ്പോഴും വിചാരിക്കുക എൻ്റെ പോലെയാണ് എല്ലാവരും എന്നാണ്. പക്ഷേ അല്ലാതെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം ഒരു വശത്ത് തോന്നും. ഒരു വശത്ത് ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കണം, ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ എനിക്ക് പാക്ക് ചെയ്യാനുള്ളത് ഞാനെടുത്ത് ഓരോന്നായിട്ട് പാക്ക് ചെയ്തു. കാരണം നാളെ ഫസ്റ്റ് ഞാൻ എണീക്കണേലും ഇന്ന് എനിക്കറിയാം ഉറങ്ങിയ
നാളെ ഇത്തിരി ലേറ്റായിട്ട് തന്നെ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ. അഥവാ എണീപ്പിച്ചാൽ തന്നെ എനിക്ക് അന്നത്തെ ഒരു ദിവസം എനിക്കത് സുഖമാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാ പരിപാടികളും കഴിച്ചു വെച്ചിട്ട് കിടന്നാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതിനായിട്ട് നിന്നു കേട്ടോ. പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിന്നു. അപ്പോഴാണ് ഒരു മോള് സാൻഡ് സ്റ്റോണിൻ്റെ കമ്മൽ ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മോള്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ മുൻപരിചയം പോലും ഇല്ല. പക്ഷേ ആ മോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൻറ്റി എനിക്ക് സാൻഡ് സ്റ്റോൺ കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കമ്മലാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും ചോദിക്കും ഏത് കമ്മലാണ് വേണ്ടത്, സ്റ്റോണിൻ്റെ ആണെങ്കിൽ ഏത് കളറാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ മോള് 2 ഓപ്ഷനാണ് പറഞ്ഞത്, കോറൽ സാൻഡ് സ്റ്റോണും. അപ്പോൾ ഞാൻ ഫസ്റ്റ് സാൻഡ് സ്റ്റോൺ എടുത്ത് കണ്ടതും 2-3 ഫോട്ടോ അയക്കുമ്പോഴേക്കും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇത് മതി ആൻറ്റി, കോറൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോറൽ ഓൾറെഡി ഫോട്ടോസ് എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ആ മോളോട് പറയുകയും ചെയ്തു, നല്ല കാര്യം മോള് ചെയ്തത് കേട്ടോ, എല്ലാവരും ഇങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി സംഭവങ്ങൾ ഒക്കെ ആ കാശുമാല എടുത്തവർ കുറേ പേരുണ്ട് കേട്ടോ. ഏറ്റവും ഭംഗിയിൽ നമ്മളോട് സഹകരിച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട്. കുറേ പേര് അതിൽ വളരെ കുറച്ച് പേരാണ് നമുക്ക് എന്താ പറയുക പണി തരിക എന്നൊക്കെ പറയില്ലേ, പണി തരിക. അല്ലാത്തവർ ഒന്നും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് കുട്ടികൾക്ക് പൊറോട്ട കൊടുക്കണ കണ്ടപ്പോൾ, കുട്ടികൾക്കല്ല അവർക്ക് ഇഷ്ടമല്ല പൊറോട്ട, അവിടെ പൊറോട്ട ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ഇന്നലെ നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. മറ്റേ ഇവിടത്തെയാണ് ഓൺലൈൻ ഇത് സൊമാറ്റോ വഴിയാണ് കൊണ്ടുവന്നതെങ്കിലും എനിക്ക് തോന്നുന്നു ഉഷസ്സെന്നാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല മുഴുവൻ. അത് ഫുഡ് കോർട്ടാണാവോ. അപ്പോൾ ഇവരാണ് ഓർഡർ ചെയ്തത്, കുട്ടികൾ ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ നല്ല പൊറോട്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെയും അദ്ദേഹത്തെ കഴിച്ചു. ഞാനങ്ങനെ സാധാരണ ചപ്പാത്തി പൊറോട്ടയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും അവിടെ ആൻഡ്രൂവിനൊക്കെ പൊറോട്ടയാണ് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ പൊറോട്ട ബാക്കി വന്നപ്പോൾ ഞാൻ ഇന്നലത്തെ ആ ഓർമ്മയ്ക്ക് ഞാൻ വേഗം ഒരെണ്ണ എടുത്ത് ഓവനിൽ വെച്ചൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് എടുത്തപ്പോൾ പിള്ളേരും കൂടി അതിൽ ഒരു ചെറിയ കഷ്ണം ചാക്കവും കഴിച്ചു, ഒരു ചെറിയ കഷ്ണം പാച്ചും കഴിച്ചു, ബാക്കി ആ ഒരെണ്ണം കഴിച്ചു. പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ കുഴലപ്പം കൂട്ടിയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ അതെല്ലാം കൂടി എൻ്റെ വയറ്റിൽ കിടക്കണ കാരണം എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കോഫി വെച്ചു. മറ്റേ നേരത്തെ ഫിൽറ്ററിൽ കുറച്ച് ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കോഫി വെച്ച് ബാക്കി തിളച്ച വെള്ളം അപ്പം തന്നെ അതിലൊഴിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വട്ടം ശരിക്കും കോഫി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കട്ടൻ കാപ്പിക്കും ഉള്ളത് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചൂടുവെള്ളം ഞാൻ കളയാൻ വെച്ചപ്പോൾ ഓർത്ത അയ്യോ പട്ടിയുടെ ഇറച്ചി വേവിക്കണ്ട. അപ്പോൾ പിന്നെ ആ വെള്ളം അതിലൊഴിച്ച് കൈയോടെ ആ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലുപ്പും കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ചിക്കൻ അതിലിട്ടു. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീഫൊക്കെ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രമേ ഇടുള്ളൂ. പക്ഷേ ചിക്കൻ വേവിക്കുമ്പോൾ എനിക്ക് തോന്നും അവർക്കത് ഇഷ്ടക്കുറവുണ്ടോ എന്ന് തോന്നിയിട്ട് ഞാൻ എല്ലാതും കുറേശ്ശെ ഇടും കേട്ടോ. അവർക്ക് ഇഷ്ടമാണത്. അപ്പോൾ അത് ഊണ് കഴിഞ്ഞിട്ട് ഇത് രാത്രി ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഭക്ഷണം അത്രയേ ഉള്ളൂ. അവരുടെ വയറ് പാലും ഇതും കഴിക്കുമ്പോൾ തന്നെ അവരുടെ വയറ് ഫുള്ളാണ്. പിന്നെ രാവിലെ വരെ അവർ ഉറങ്ങാണ്ട് ഈ അനക്കം കേട്ടാൽ അപ്പോൾ കുരച്ച് നിൽക്കും. അപ്പോൾ പറയും പട്ടികൾ രാത്രിയാണ് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് എനിക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെക്കണ കാലം തൊട്ട് വീട്ടിൽ പട്ടിയുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ ചെയ്തു വന്നിട്ടുള്ള ഒരു ശീലമാണ്. ഇതുവരെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലർ പറയും രാത്രി ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ചിലർ പറയും പകൽ കൊടുക്കാൻ പാടില്ല. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ കണ്ടു വളരുന്നത് അതിൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളങ്ങോട്ട് തുടരും. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു ബ്ലാക്കിയും ജിമ്മിയും ഉണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സാത്തി ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ പട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ പറയുക വഴി തെറ്റി വന്ന 3 പേരും, 4 ആളുണ്ടായിരുന്നു, അത് പിന്നെ 3ആയി കുറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര പേര് കുറയുന്നറിയില്ല. കാരണം ഓരോരുത്തർക്കും പ്രായം 2 പേർക്ക് വലിയ പ്രായമില്ല, ഒരാൾക്ക് ചിന്തുവിന് പ്രായമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 13 വയസ്സൊക്കെ ആയിട്ടുണ്ട് അവൾക്ക് കേട്ടോ. അങ്ങനെ 12 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക പട്ടികളുടെ കാര്യവും കഴിഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു വേഗം കയറുക. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടികൾ കഴിയാണ്ട് എനിക്ക് കയറാൻ പറ്റില്ല, കാരണം എനിക്ക് പാക്കിങ് കഴിയാണ്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മണി 11:45. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇരിക്കണില്ല, കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ ഡാഡി പോയിട്ട് കിടന്നു. അപ്പോൾ 2 റൂമിലേക്കുള്ള വെള്ളമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഗുളിക ഇതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡാഡിയോട് അത് പറയാൻ നിന്നില്ല, കാരണം വഴക്ക് പറയും നേരത്തെ ഗുളിക കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ നേരത്തെ ഗുളിക കഴിച്ചാലുള്ള ദോഷം, കഴിച്ച 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരും. അത് ഗുളികകളുടെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ എന്താ പറയുക, കട്ട് ചെയ്ത് തന്നെ ഒരു പണിയായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഗുളിക ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഒരു 2 മണിയാവും. അതിൻ്റെ ഇടയിൽ ഒരു കുളിയും പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.